ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ലാസ്റ്റ് വീക്കിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഒരു വെഡ്ഡിങ്ങിന് പോയത് കാരണം. സോ ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് നാടൻ കുക്കിംഗ് ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിത്തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും ഉള്ളിത്തീയൽ ഉണ്ടാക്കിയിട്ടില്ല, 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കിടന്ന് തിളയ്ക്കുന്നത് കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുകയല്ല, സൂപ്പറായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒരു സാമ്പാറും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറില്ലാതെ എന്ത് ഊണല്ലേ. പിന്നെ സാമ്പാറിന് കൂടെ ഒരു മെഴുക്കുവരട്ടിയും കൂടെ ആവാമെന്ന് വിചാരിച്ച്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് പൊട്ടേറ്റോ മെഴുക്കുവരട്ടി. അതും ഉണ്ടാക്കി ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കൂടെ റെഡിയായി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഓഗിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള തോർത്തലാണ് ആശാൻ്റെ. അതങ്ങനെ ഉരുളലാണ് കേട്ടോ. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും എന്നാൽ കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തല തോർത്തുവാണ്. ഞാൻ ആരും പേടിക്കണ്ട, എൻ്റെ മുടി കേളി ഹെയർ ആണ്. അപ്പം ഞാനൊന്ന് ഡ്രൈ അപ്പ് ചെയ്യാണ്. ഇന്ന് റൂട്ടീനൊന്നും ചെയ്തില്ല, സൺഡേ ആയതുകൊണ്ട് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറക്കിയപ്പോൾ നോക്കിയപ്പോഴേക്കാണ് ആശാൻ വേറൊരു തോർത്ത് തന്നെ വലിച്ചെടുത്തോണ്ട് ഇന്ന് തോർത്തുമായിരുന്നു. അവനങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സീഡ്സ് ഇരിക്കുന്നുണ്ട്, അത് നട്ടാലോ എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ വലിയൊരു പ്ലാന്റ് ലവർ അല്ല, എന്നാലും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പ്ലാന്റ്സ് വളർത്താറുണ്ട്. ഈ സമ്മറായപ്പം ഉണ്ടായിരുന്ന ചെടികളൊക്കെ വാടിപ്പോയി. അവിടെ ഇവിടെയും 1-2 ഇപ്പോൾ ഉള്ളൂ. എന്നാൽ പിന്നെ സീഡ്സ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ സീഡ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങിയ സീഡ് വെച്ച് ഞാനിങ്ങനെ പ്ലാന്റ്സ് വളർത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇതിനി ഒരു 15 to 20 days എടുക്കുമെന്നാണ് പറയുന്നത്. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നോക്കാം. അങ്ങനെ ആയപ്പോഴത്തേക്കിന് എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. മെഴുക്കുവരട്ടിയും തീയലും സാമ്പാറും പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ. പക്ഷേ പപ്പടം വറുക്കാനായിട്ട് നോക്കുമ്പോൾ എണ്ണ കുറവായിരുന്നു. എന്നാൽ പിന്നെ പപ്പടം വേണ്ട എന്ന് വെച്ച് കഴിക്കാനിരുന്നപ്പോൾ ഒരു മൂവിയും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ മൂവിയെല്ലാം കണ്ട് തീർത്താണ് ഒരു പഴയ മൂവി ഞാൻ ഇട്ട് ഗൈസ്. യെസ്, ബോയിങ് മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ മൂവി. ഇത് ഞാൻ 1 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ കോമഡീസ് ഒബ്വിയസ്ലി നമ്മളെല്ലാം പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആ മൂവി കണ്ട് ഞാൻ എൻ്റെ ഈ സൺഡേ സ്പെൻഡ് ചെയ്തു.